മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെ പരിഗണിക്കുന്ന പാർലമെന്റ് ശൈത്യകാല സമ്മേളനം 25-ന് ആരംഭിക്കാനിരിക്കെയാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും BJP സഖ്യം വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. നമുക്ക് ഈ വിവരങ്ങൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, BJP മഹാരാഷ്ട്രയിൽ BJP സഖ്യം മുന്നിൽ വരും എന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ വലിയ അതിശയിക്കാനൊന്നുമില്ല. അത് പ്രവചിക്കപ്പെട്ടതുമാണ്, പ്രതീക്ഷിക്കപ്പെട്ടതുമാണ്. ജാർഖണ്ഡിലെ എക്സിറ്റ് പോൾ ഫലങ്ങളാകട്ടെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അത് ഒരു കൃത്യമായ ഒരു ഫലപ്രഖ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചായ്വിൻ്റെ എങ്ങോട്ടാണ് രാജ്യം ആകെ ചിന്തിക്കുന്നത് എന്നതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായി കാണാവുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടിയാണ്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ വോട്ട് എണ്ണാൻ. എന്തായാലും വലിയ ചലനങ്ങളല്ലേ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക ഈ തെരഞ്ഞെടുപ്പ് ഫലം? ഇപ്പോൾ ഫലങ്ങൾ ഒരുപോലെ പ്രവചിക്കുന്നത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ അധികാരത്തിലെത്തുമെന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലും BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ അധികാരത്തിലെത്തുമെന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ നിലവിൽ NDAയുടെ ഭരണം തന്നെയാണ്. ശിവസേന BJP സഖ്യം, മഹായുതി സഖ്യമാണ് അവിടെ ഭരണത്തിലുള്ളത്. ജാർഖണ്ഡിനെ സംബന്ധിച്ച് ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവിടെ BJPയുടെ സർക്കാർ അധികാരത്തിലേറുമെന്ന് സംബന്ധിച്ചാണ് എക്സിറ്റ് പോളുകൾ ഒരുപോലെ വിലയിരുത്തുന്നത്. ജാർഖണ്ഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി പരീക്ഷിക്കുന്ന ഒരു സ്വഭാവം ജാർഖണ്ഡിനുണ്ട്. മാത്രമല്ല ഒരിക്കലും അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ക്ലിയർ മെജോറിറ്റി കിട്ടിയിട്ടുള്ളത് ഒരിക്കൽ മാത്രമാണ്. 2014-ൽ രഘുബർദാസിന്റെ നേതൃത്വത്തിൽ BJPയോടെ സർക്കാർ രൂപീകരിക്കുമ്പോൾ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തോടുകൂടി BJPക്ക് അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. അത് ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ജാർഖണ്ഡിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മൃഗീയ ഭൂരിപക്ഷം നൽകുന്ന ഒരു പശ്ചാത്തലം ആ സംസ്ഥാനത്ത് ഇല്ല. പല രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾക്കുമൊക്കെ വേദിയായിട്ടുള്ള സംസ്ഥാനമാണ്. മധു ഘോഡയെ പോലെ ഒരു സ്വതന്ത്രൻ വരെ അവിടെ 2 വർഷക്കാലം മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് 47-ന് മുകളിൽ സീറ്റ് നേടി, അതായത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് BJPയോടെ സർക്കാർ രൂപീകരിക്കുമെന്നാണ് പല അഭിപ്രായ സർവേകളും വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ജാർഖണ്ഡിലെ പ്രചരണ വിഷയങ്ങൾ BJP ഉയർത്തി കാണിച്ചിരുന്നത് അവിടുത്തെ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്. മുഖ്യമന്ത്രിയെ തന്നെ ജയിലിലടക്കേണ്ട സാഹചര്യം വരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റും നടത്തിയ പരിശോധനയിൽ ഭൂമി കുംഭകോണവും ഒപ്പം തന്നെ ഖനന അഴിമതി കേസിലുമൊക്കെ ഹേമന്ത് സോറൻ തന്നെ പ്രതിക്കൂട്ടിലായി. ഹേമന്ത് സോറന്റെ കുടുംബവും പല രീതിയിലുള്ള അഴിമതി ക്രമക്കേടുകളിൽ പ്രതി ചേർക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. മന്ത്രിമാർക്ക് നേരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ, തൊഴിലില്ലായ്മയും വിലക്കയറ്റവും, ഇത്തരം വിഷയങ്ങൾ അവിടെ പ്രാദേശികമായി ഉൾപ്പെടെ വലിയ വികാരം JMMനകത്ത് തന്നെ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിനും എതിരായുണ്ട്. ഇത് കൂടാതെ മറ്റു ചില വിഷയങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ BJPയോടെ ഉയർത്തിയത്. ഒന്ന്, അനധികൃത കുടിയേറ്റം ജാർഖണ്ഡിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ്. അസോമിലെ ബംഗ്ലാദേശിൽ നിന്നും അസാമിലേക്കും ബംഗ്ലാദേശിൽ നിന്നും പശ്ചിമ ബംഗാളിലേക്കും വരുന്ന മുസ്ലിം അനധികൃത കുടിയേറ്റക്കാർ അവർ പിന്നീട് ജാർഖണ്ഡിലേക്ക് കടന്നു വരുന്നു. പ്രത്യേകിച്ച് സാന്താൾ മേഖലയിലേക്ക്, വനവാസി ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സാന്താൾ കമ്മ്യൂണിറ്റിക്ക് സ്വാധീനമുള്ള മേഖലകളിലേക്ക് ഈ മുസ്ലിം കുടിയേറ്റം കടന്നു വരികയും അവരവിടെ ഈ വനവാസി വിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടു പോകുന്നതായും അവിടെ ഒരു ലവ് ജിഹാദ് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായൊക്കെയുള്ള കണക്കുകൾ BJP തെരഞ്ഞെടുപ്പ് കാലത്ത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഹിന്ദു ജനസംഖ്യ, പ്രത്യേകിച്ച് വനവാസി ജനങ്ങളുടെ ജനസംഖ്യ ഗണ്യമായി കുറയുന്നു, അവിടെ കുടിയേറ്റക്കാരുടെ ജനസംഖ്യ കൂടുന്നു. ഇതവിടെ നീറിപ്പുകയുന്ന ഒരു പ്രശ്നമാണ്. ആ വിഷയം BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ BJP പെട്ടെന്ന് ഉയർത്തിയ ഒരു വിഷയമല്ല. നേരത്തെ തന്നെ സാമൂഹികമായി അവിടെ ഈ ഒരു വലിയ ആവലാതി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ജാർഖണ്ഡിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ പറഞ്ഞത് ജാർഖണ്ഡിൽ സനാതന ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടിയുള്ള തെരഞ്ഞെടുപ്പാണിത് എന്ന പ്രചരണമാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഹിന്ദുത്വ ദേശീയതയും ഒപ്പം വികസന വിഷയങ്ങളും ഇപ്പോഴത്തെ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വികാരവും എല്ലാം ഉപയോഗപ്പെടുത്തിയുള്ള പ്രചരണമാണ് ജാർഖണ്ഡിൽ BJP നടത്തിയത്. അത് ഫലം കണ്ടു എന്ന് വിലയിരുത്തപ്പെടുന്ന എക്സിറ്റ് പോൾ സർവേയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വീണ, അതേസമയം ഇനി ഇത് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ വലിയ ചർച്ചയാകുമെന്നിരിക്കെ നമുക്കറിയാം ഇതിന് വളരെ പിന്നാലെ തന്നെ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്, ശൈത്യകാല സമ്മേളനം. ഒരു പക്ഷേ
ഈ ഫലങ്ങളെല്ലാം തന്നെ നൽകുന്ന ആത്മവിശ്വാസവും കൂടിയായിരിക്കും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിഫലിക്കാൻ പോവുക എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. വീണ 25-നാണ് വളരെ സുപ്രധാനമായ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. വീണ സൂചിപ്പിച്ചതുപോലെ നിരവധി ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ, പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാർ പരീക്ഷിക്കാൻ പോകുന്ന ഒരു നിർണായകമായ ശൈത്യകാല സമ്മേളനത്തിനാണ് ഏതാണ്ട് 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ വേദിയാകാൻ പോകുന്നത്. ഡിസംബർ മാസം 20 വരെയാണ് ഈ സമ്മേളനം നടക്കുക. ഈ സമ്മേളനം ചേരുന്നതിന് തൊട്ട് മുൻപാണ് 23-നാണ് 2 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലവും അതോടൊപ്പം ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലവും കൂടി പുറത്തു വരാൻ പോകുന്നത്. അത് സ്വാഭാവികമായും പാർലമെന്റ് നടപടിക്രമങ്ങളെയും അത് സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ചയും ജാർഖണ്ഡിൽ ഭരണം നേടുകയും ചെയ്തു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും BJPക്കും അത് വലിയ ആത്മവിശ്വാസമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ BJP തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചു. എല്ലാ എക്സിറ്റ് പോളുകളും BJP പരാജയപ്പെടുമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ BJPക്ക് വലിയ പരാജയം കൽപ്പിച്ചു കൊടുത്ത ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന. അവിടെ ചരിത്രപരമായ വിജയം നേടിക്കൊണ്ടാണ് നിലവിൽ BJP ഭരണം ഹരിയാനയിൽ തുടരുന്നത്. ജമ്മു കാശ്മീരിലും മികച്ച പ്രകടനം, ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് ജമ്മു കാശ്മീരിൽ. 29 സീറ്റുകൾ നേടിക്കൊണ്ട് സംസ്ഥാനത്ത് മുഖ്യപ്രതിപക്ഷമായി BJP മാറി. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച BJP ഇതിപ്പോൾ വീണ്ടും 2 തെരഞ്ഞെടുപ്പുകൾ ആസന്നമായി. അവിടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിൽ തുടർ ഭരണവും ജാർഖണ്ഡിൽ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിനും BJPക്കും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാകും. പ്രത്യേകിച്ച് ഇനിയും തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി നടക്കാൻ പോവുകയാണ്. കാരണം ഈ വർഷം ഇനിയിപ്പോൾ ഡിസംബർ മാസത്തിൽ മറ്റ് തെരഞ്ഞെടുപ്പുകൾ ഇല്ല എങ്കിലും ഫെബ്രുവരിയോടുകൂടി രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരുപക്ഷെ ഫെബ്രുവരി മാർച്ച് മാസത്തിലാകും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് അടുത്ത വർഷം ഒക്ടോബർ മാസമാകുമ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് 2026 വന്നു കഴിഞ്ഞാൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 2026 ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്ര കടന്നു വരികയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുകയാണെങ്കിൽ ആ ആത്മവിശ്വാസം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും BJPക്ക് അഭിമുഖീകരിക്കാൻ കഴിയും എന്നതുകൂടി നിർണായകമാകും. വീണ, ഈ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസത്തിനെ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയ കക്ഷികൾ കണക്കുകൂട്ടലുകളുമായി മുന്നോട്ട് പോകുന്നത്? നമുക്കറിയാം, പലപ്പോഴും പല എക്സിറ്റ് പോളുകളും മുന്നിൽ വെച്ചുകൊണ്ട് ഉള്ള കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് പിന്നീട് ഫലം അറിഞ്ഞു കഴിയുമ്പോൾ മാറി മറിയുന്നത് എന്നൊക്കെ. പക്ഷേ സ്ഥിരമായി NDAക്ക് എക്സിറ്റ് പോളുകളിൽ പ്രവചിക്കുന്ന സീറ്റുകൾ അത് കൃത്യമായി അങ്ങനെ തന്നെ കിട്ടിപ്പോരുന്നതിൻ്റെ സൂചന എന്താണ് ഗൗതം? അതായത് കൃത്യമായി ഈ പോൾ ചെയ്യുന്ന വോട്ടുകൾ അത് എക്സിറ്റ് പോളുകൾ ഒരു സാമ്പിൾ എടുത്താൽ പോലും അതിൻ്റെ വികാരം അത് അങ്ങനെ തന്നെ പ്രതിഫലിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. തുടർച്ചയായുള്ള എക്സിറ്റ് പോളുകളിൽ അങ്ങനെയുള്ള ഒരു എക്സിറ്റ് പോളുകളിൽ പോലും അങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ NDA സഖ്യത്തിന് കഴിയുന്നുണ്ട് രാജ്യത്തെ ഏത് തിരഞ്ഞെടുപ്പെടുത്താലും. വീണ, എക്സിറ്റ് പോൾ ഫലവും അതോടൊപ്പം തന്നെ BJP നടത്തിയിട്ടുള്ള സർവേകളുണ്ട്. BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളും അതോടൊപ്പം തന്നെ BJPയുടേതായ ഏജൻസികളും നേരത്തെ ഈ ജാർഖണ്ഡിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും നടത്തിയിട്ടുള്ള സർവേകളിൽ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതായും വലിയ തോതിലുള്ള സീറ്റ് വർധനവ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJPക്ക് കാര്യമായ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ചെറിയൊരു മേൽക്കൈ അവിടെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ലഭിച്ചിരുന്നു. എന്നാൽ ഹരിയാന, മഹാരാഷ്ട്രയിൽ ആവർത്തിക്കും അതിന് ഉരുത്തിരിയുന്ന ചില സാഹചര്യങ്ങൾ അവിടെ രാഷ്ട്രീയമായി ഉണ്ടാകുന്നുവെന്ന് BJPയുടെ ആഭ്യന്തര സർവേകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും BJP ക്യാമ്പ് ആ ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് നമുക്കറിയാം, അത് പല ഘട്ടങ്ങളിലും തെറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഹരിയാനയെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നത്. കഴിഞ്ഞ വർഷം അവസാനം നടന്ന 2023 അവസാനം നടന്ന ഛത്തീസ്ഗഡ്
രാജസ്ഥാൻ, മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം എക്സിറ്റ് പോളുകൾ പലതും അത് കോൺഗ്രസിന് അനുകൂലമായാണ് പ്രവചിച്ചതെങ്കിലും ആ 3 സംസ്ഥാനങ്ങളിലും BJP തരംഗം ആഞ്ഞടിച്ചു. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും BJP ഭരണ തുടർച്ച നേടി. രാജസ്ഥാൻ കോൺഗ്രസിൽ നിന്നും BJP തിരിച്ചു പിടിച്ചു. അപ്പോൾ എക്സിറ്റ് പോളുകൾ കൃത്യമായ കണക്കുകൾ എല്ലായ്പ്പോഴും പറയണമെന്നില്ല. പലപ്പോഴും അവരുടെ കണക്കുകൾ പാളിപ്പോകുന്നൊരു കാഴ്ചയെ നമ്മൾ അടുത്ത കാലത്ത് തുടർച്ചയായി കാണുന്നുണ്ട്. പക്ഷേ BJP ക്യാമ്പ് ഒരിക്കലും എക്സിറ്റ് പോളിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയല്ല. പാർട്ടി സ്വയം നടത്തിയിട്ടുള്ള ആഭ്യന്തര സർവേകൾ, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വികാരം, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ പാർട്ടിക്ക് അവിടെ നേടാൻ സാധിച്ചിട്ടുള്ള മേൽക്കോയ്മയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മഹാരാഷ്ട്രയിലൊക്കെ 2 മാസം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ പ്രചരണമാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ BJP വലിയ മുന്നേറ്റം നടത്തിയെന്ന് സംഘടനാ സംവിധാനത്തിന്റെ വിലയിരുത്തൽ കൃത്യമായി തന്നെ ആ ദിശയിലൂടെയാണ് പോകുന്നത്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ് ഈ 2 സംസ്ഥാനങ്ങളിലും നേട്ടമുണ്ടാക്കുമെന്ന് അടിവരയിട്ട് പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന എക്സിറ്റ് പോളുകൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വരുമ്പോൾ ഏതാണ്ട് 100% വിജയം BJP പ്രതീക്ഷിക്കുന്നുവെന്ന് വേണം വിലയിരുത്താൻ.